3.5 വർഷമായിട്ട് അവന് വരാതിരുന്ന എല്ലാം കൂടെ വന്നപ്പോൾ അവൻ ഒന്നിച്ച് വന്നേക്കാണ്. അപ്പോൾ എല്ലാവരും പ്രാർത്ഥിക്കണം. ഞെട്ടുന്നുണ്ട് കേട്ടോ. പേടിച്ചു പോയി നമ്മൾ ശരിക്കും പറഞ്ഞാൽ കാണിക്കുന്നത് കണ്ടിട്ട്. കണ്ണൊക്കെ ഇങ്ങനെ എന്തോ ഒക്കെ ആക്കി പെട്ടെന്ന്. ഇപ്പോഴും നല്ല ടെമ്പറേച്ചർ ഉണ്ട്, 103 ഡിഗ്രി ഉണ്ട്. ഇങ്ങോട്ട് വരേണ്ടതായിട്ട് എന്തൊരവസ്ഥ വരുമെന്ന് ഒരിക്കലും ഓർമ്മതല്ല. അന്നത്തേക്ക് അവന്റെ കൗണ്ട് കൂടുതലാണ്. വരുന്ന വഴി മൊത്തം ഛർദിയായിരുന്നു. രാത്രി ഭയങ്കര ടെമ്പറേച്ചർ. എന്നിട്ട് ഞങ്ങൾ പിന്നെ ടെമ്പറേച്ചർ കൂടിയോണ്ട് അവൻ മെഡിസിൻ ഒന്നും കഴിക്കില്ല, വൊമിറ്റ് ചെയ്യുന്നോണ്ട് പിന്നെ അവന് കയ്യെ കുത്തി വെച്ചോ. മേലൊക്കെ ഭയങ്കരമായിട്ട് ചൂടായല്ലോ. ഹലോ ഗൈസ്, അങ്ങനെ നമ്മുടെ ആദ്യക്കുട്ടന് പുതിയ ഉടുപ്പ് നിക്കറും കിട്ടിയിരിക്കണം. നിക്കറല്ല, പാൻറ്. അടിപൊളി അല്ലേ ആദ്യക്കുട്ട? നെക്കണമെന്ന്. ഇവനെ ഇവിടെ വന്നപ്പോൾ തൊട്ട് പറയുന്നുണ്ട് ഇവിടെ ഇലക്ട്രോണിക് ആണ് നമ്മുടെ ബെഡ്, അപ്പൊ അത് ഞെക്കി കളിക്കണമെന്ന് പറയുന്നുണ്ട്. അല്ലേ ആദ്യക്കുട്ട? ഇതിന് ഞെക്കാനായിട്ട് ഒരുപാട് സാധനങ്ങളുണ്ട് കേട്ടോ, തലയ്ക്കലും മേളിലും താഴെയൊക്കെ ആയിട്ട്. അതിട്ടോ എന്നെ ഇത് അപ്പോൾ ആദ്യക്കുട്ടൻ്റെ ട്രീറ്റ്മെൻറ്റ് ശരിക്കും ഇതുവരെ നമ്മൾ ഞെക്കിക്കോ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. സ്റ്റാർട്ട് ചെയ്യാത്തത് ഡ്രസ്സ് മാറി നമ്മൾ കുറേ കാര്യങ്ങൾ, കുറേ പ്രൊസീജിയർ ചെയ്യാനുണ്ടായിരുന്നു. ഇതെല്ലാം ചെയ്ത് ഇനി ശരിക്കും അവൻ്റെ ട്രീറ്റ്മെൻറ്റിലോട്ട് കിടക്കുന്നതേ ഉള്ളൂ. കയ്യിൽ ക്യാനിലിടാനൊക്കെ ഉണ്ട്. ആ സമയമാകുമ്പോഴാണ് ആദ്യക്കുട്ടൻ്റെ വിധം മാറുന്നത്. കയ്യിലൊരു ടാഗ് ഒട്ടിക്കാനുണ്ടായിട്ട് പോലും അവനെ ആ ടാഗ് തേണ്ടി ഇവിടെ വെച്ചിട്ടുണ്ട്. അവൻ ഒട്ടിക്കാൻ സമ്മതിച്ചിട്ടില്ല. അവൻ്റെ പേരെഴുതിയ ടാഗ് ഇവിടെയുണ്ട്, അതുപോലും അവൻ ഒട്ടിക്കാൻ സമ്മതിച്ചില്ല. ഇന്നലെ നമ്മൾ അവിടുന്ന് ഹോസ്പിറ്റലിൽ നിന്ന് ഒട്ടിച്ചത് കണ്ടോ, ഇൻസുലേഷൻ വെച്ച് ഒട്ടിച്ച് വെച്ചിരിക്കുകയാണ്. ഇതുവരെ അവൻ പറിക്കാൻ പോലും സമ്മതിച്ചിട്ടില്ല. കാരണം കട്ടപ്പനയിൽ നിന്ന് ഒട്ടിച്ചതാണ്. കയ്യിലിരി അത് വെക്കണോ? കയ്യിൽ ഒട്ടിക്കട്ടെ? വാച്ച് കെട്ടട്ടെ? വേണ്ട. അപ്പോൾ ഇന്നലെ കയ്യിൽ ഒട്ടിച്ചത് പറിക്കാനും സമ്മതിക്കുന്നില്ല, പുതിയ തൊട്ട് കയ്യിലേക്ക് കെട്ടാനും സമ്മതിക്കുന്നില്ല. അപ്പോൾ ഇനി ക്യാനിലിടാൻ നേരത്ത് ഒരു ബഹളം ഉണ്ടാവും അല്ലേ? അപ്പം നമ്മളിവിടെ രാജകീയ അതെ ഞാൻ ലഗേജൊക്കെ എടുക്കാനായിട്ട് താഴെ പോയതായിരുന്നു. നമ്മുടെ ലഗേജ് എല്ലാം എടുത്തുകൊണ്ട് വന്നു. അതിനുവേണ്ടിയൊക്കെ പ്രത്യേക വണ്ടിയുണ്ട് കേട്ടോ. നമ്മുടെ പാർക്കിംഗ് ഗ്രൗണ്ടിലേക്ക് നമ്മൾ ആ വണ്ടി ഇട്ടേക്കുന്നിടത്ത് കൃത്യമായിട്ട് അവിടെ വന്ന് നമ്മളെ പിക്ക് ചെയ്ത് നമ്മുടെ ലഗേജും കാര്യങ്ങളൊക്കെ ഇവിടെ എത്തിക്കും. അതുപോലെ തന്നെ ഞാൻ തിരിച്ച് ഓമി വന്നപ്പോഴത്തേക്ക് ആദ്യക്കുട്ടനെ എക്സ്റേ എടുക്കാനായിട്ട് കൊണ്ടുപോയി. ആ സമയത്ത് ഞങ്ങളിവിടെ കയറി വന്നപ്പോഴത്തേന് സമയമുണ്ട് 5 മണി 6 മണി അങ്ങാണ്ടായി. അപ്പോഴത്തേനും ഫുഡിൻ്റെ സമയം കഴിഞ്ഞു പോയി. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ചെറുതായിട്ടൊരു സ്നാക്സ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ വൈകുന്നേരത്തെ ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ട്. അതാണ്ട് 7 മണിക്കും 8 മണിക്കും ഇടയ്ക്കേ ഇവിടെ വരുള്ളൂ. അപ്പോൾ തൽക്കാലം രാവിലെ വീട്ടിൽ നിന്ന് പോകുമ്പോൾ കഴിച്ചത്, പിന്നെ ഒന്നും കഴിച്ചിട്ടില്ല. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് എന്തെങ്കിലും കഴിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളൊരു ചെറിയൊരു സ്നാക്സ്, ചെറുതായിട്ടൊരു ചായയും ഓർഡർ ചെയ്തു. അപ്പോൾ ആദ്യക്കുട്ടോ, ആദി കരഞ്ഞ പൊന്ന്, ഇതെന്നാടാ പൊന്നെ? പൊന്നെ കുത്തിയോ? കയ്യെ കുത്തി വെച്ചോ? മേലൊക്കെ ഭയങ്കരമായിട്ട് ചൂടായല്ലോ. ഒരുപാട് കരഞ്ഞു? ഒരുപാടില്ല, കുത്താൻ പിടിക്കുമ്പോ അവൻ അറിയായിരുന്നു കുത്താനാണ്. അന്നേരം കരഞ്ഞു, കുത്തിയപ്പോഴും കരഞ്ഞു, പിന്നെ കരഞ്ഞില്ല. ആണല്ലേ? വേദനയുണ്ടോ അപ്പാ? പൊന്നു വേദനയുണ്ടോ? വാവു പോവണ്ടേ? വാവു പോവാനാട്ടോ? എന്റെ ദൈവമേ, കണ്ണ് നിറഞ്ഞിരിക്കുന്നു. ചക്കരക്ക വിഷമിക്കല്ലേ കേട്ടോ. വാവു പോവാനല്ലേ? കരയല്ലേ? തക്രമുത്തേ, മരുന്ന് ഇഞ്ചക്ഷൻ എടുത്തോ? ആണോ? എന്ത് തടിച്ചു കിടക്കുന്നു? സങ്കടം തോന്നുന്നു. കയ്യെല്ലാം ഇപ്പോൾ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ആദ്യക്കുട്ടൻ്റെ കയ്യിൽ ഇങ്ങനെ ഒരു സാധനം കുത്തുന്നത്. ഹായ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മൾ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ലായിരുന്നു. അതെ, നമ്മൾ വേഗം ഇങ്ങോട്ട് പോരുമായിരുന്നു ചെയ്തേ. അതെ. അപ്പം നമുക്ക് ഇന്നലെ രാത്രിയായപ്പോൾ പെട്ടെന്ന് പോരേണ്ടതായിട്ട്, പെട്ടെന്ന് രാത്രിയിലല്ല രാവിലെയാണ് പോകുന്നത്, പെട്ടെന്ന് പോരേണ്ടതായിട്ട് വന്നു. കാരണം നമ്മൾ ഇന്നലെ രാത്രിയിലാണ് മരുന്ന് മേടിച്ച് നമ്മൾ വീട്ടിലെത്തിയത്. മരുന്നൊന്നും കൊടുത്തിട്ട് ഇവൻ കഴിക്കുന്നില്ലായിരുന്നു. കഴിക്കും, പക്ഷെ ഫുള്ള് ഛർദിക്കുമായിരുന്നു. ഭയങ്കര ഛർദിയായിരുന്നു അവന്. അതുപോലെ തന്നെ ഭയങ്കര ടെമ്പറേച്ചർ, രാത്രി ഭയങ്കര ടെമ്പറേച്ചർ. എന്നിട്ട് ഞങ്ങൾ പിന്നെ ടെമ്പറേച്ചർ കൂടിയോണ്ട് അവൻ മെഡിസിൻ ഒന്നും കഴിക്കില്ല, വൊമിറ്റ് ചെയ്യുന്നോണ്ട് പിന്നെ അവന് ഞങ്ങൾ പാരസെറ്റമോൾ സപ്പോസിറ്ററിയാണ് വെച്ചുകൊണ്ടിരുന്നത്.
രാവിലെ ആയപ്പോഴേക്കും രാവിലെ അവന് പനി കുറയുന്നില്ല. അപ്പം ഞങ്ങൾ അവനെ പെട്ടെന്ന് ഇങ്ങോട്ട് കൊണ്ടുവരുമായിരുന്നു. അതെ, ഇവിടെ വന്നപ്പോഴത്തേക്കും അവൻ്റെ കൗണ്ട് കൂടുതലാണ്. ഇവിടെ വരുന്ന വഴി മൊത്തം ഛർദിയായിരുന്നു. വഴി നീളെ ഇവിടെ വരുന്ന വരെ അവൻ ഛർദിച്ചു, ഒന്നും കഴിച്ചിട്ടില്ല. അങ്ങനെ ഇവിടെ വന്നു ഡോക്ടർ കണ്ട ഉടനെ പറഞ്ഞു അഡ്മിറ്റ് ചെയ്തേക്കാം എന്ന് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു ബ്ലഡിൻ്റെ കൾച്ചർ, യൂറിൻ്റെ കൾച്ചറൊക്കെ വിടണം എന്ന് പറഞ്ഞു. കൗണ്ട് ഓൾറെഡി ബ്ലഡിലും കൗണ്ട് കൂടുതലായതുകൊണ്ട് ഇഞ്ചക്ഷൻസ്, അതായത് ആൻറ്റിബയോട്ടിക് ഒന്നും കുടിക്കാത്തത് കൊണ്ട് ഇഞ്ചക്ഷനായിട്ട് സ്റ്റാർട്ട് ചെയ്യാമെന്ന് പറഞ്ഞു. പിന്നെ ചെസ്റ്റ് എക്സ്റേ എടുത്തിട്ടുണ്ട് ഇവിടെ വന്നിട്ട്. ബ്ലഡ് എല്ലാം എടുത്ത് വിട്ടു. യൂറിനും അതേപോലെ തന്നെ യൂറിൻ്റെ കൾച്ചറും ബ്ലഡിൻ്റെ കൾച്ചറും എല്ലാം വിട്ടിട്ടുണ്ട്. അല്ലാതെ കുറേ ബ്ലഡ് ടെസ്റ്റ് വിട്ടിട്ടുണ്ട്. മെഡിസിൻസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ആൻറ്റിബയോട്ടിക്കും സ്റ്റിറോയിഡും പിന്നെ ഛർദിക്കുള്ള മരുന്നുകളും ഗ്യാസിനുള്ള മരുന്നും ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഫ്ലൂയിഡ് ഇട്ടിട്ടുണ്ട് വോമിറ്റിംഗ് ഉള്ളതുകൊണ്ട്. പിന്നെ നെബുലൈസേഷൻ 2 പോകുന്നുണ്ട് കഫക്കെട്ടുള്ളതുകൊണ്ട്. അപ്പോൾ അവൻ ഇതുവരെ ഒന്നും കഴിച്ചിട്ടില്ല വീട്ടിൽ നിന്ന്. അതായത് ഇന്നലെ ഒന്നും കഴിച്ചിട്ടില്ല ഇന്നത്തെ ദിവസം. ഫ്ലൂയിഡ് ഇട്ടത് കൊണ്ട് സമാധാനം. 5 പ്രാവശ്യം ഛർദിക്കുകയും ചെയ്തു, ഒരു വക കഴിക്കുകയും ചെയ്തില്ല. അപ്പോൾ അങ്ങനെ ഇപ്പം മെഡിസിൻസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തു. മെഡിസിൻ തുടങ്ങിയതേ ഉള്ളൂ. ഇന്നിപ്പോൾ സമയം കിടന്ന് ഉറങ്ങുവാണ്. പെട്ടെന്ന് തന്നെ ഉറങ്ങിപ്പോയി. ഇപ്പോഴും നല്ല ടെമ്പറേച്ചർ ഉണ്ട്, 103 ഡിഗ്രി ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ അവന് നിന്നപ്പിലാണ്. ആദ്യമായിട്ടാണ് ശരിക്കും പറഞ്ഞാൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുന്നത്. ഇതുവരെ ഒരു അഡ്മിറ്റ് ആവണ്ട. ഇത് ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് അവന് വന്നപ്പോൾ എല്ലാം കൂടെ ഒരുമിച്ച് വന്നു. ഇത്രയും ഈ 3.5 വർഷമായിട്ട് അവന് വരാതിരുന്ന എല്ലാം കൂടെ വന്നപ്പോൾ അവൻ ഒന്നിച്ച് വന്നേക്കാണ്. എത്ര ദിവസമാണെന്നൊന്നും അറിയത്തില്ല. ഇപ്പൊ റിപ്പോർട്ട്സ് ഒക്കെ വരണം. കൾച്ചറിന്റെ റിപ്പോർട്ട് വരാൻ എന്തായാലും 3 ദിവസം എടുക്കും. അത് കഴിഞ്ഞിട്ട് നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ. ആന്റിബയോട്ടിക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടല്ലോ ഓൾറെഡി. അപ്പം അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. അതെ, നമ്മളൊട്ടും പ്രതീക്ഷിക്കാതെ വരേണ്ടതായിട്ട് എന്തൊരവസ്ഥ വരുമെന്ന് ഒരിക്കലും ഓർമ്മതല്ല. അപ്പോൾ എല്ലാവരും പ്രാർത്ഥിക്കണം. ഞെട്ടുന്നുണ്ട് കേട്ടോ. പെട്ടെന്ന് നമ്മൾ വീഡിയോ എടുത്തതിൻ്റെ ഇരുന്നതിനിടയ്ക്ക് കട്ട് ചെയ്തു കേട്ടോ. അവൻ ചാട്ടി എഴുന്നേറ്റിട്ട് പനി കൂടി നിൽക്കുന്നത് കൊണ്ടായിരിക്കാം, ഉറക്കത്തിലുമായതുകൊണ്ടായിരിക്കാം. അവന് പെട്ടെന്ന് കയ്യല്ലേ അതെല്ലാം വലിച്ചു തുറക്കാനും അവൻ എന്താ ചെയ്യുന്നതെന്ന് അവന് പോലും എന്താന്ന് നമുക്ക് പേടിച്ചു പോയി. നമ്മൾ ശരിക്കും പറഞ്ഞാൽ കാണിക്കുന്നത് കണ്ടിട്ട് കണ്ണൊക്കെ ഇങ്ങനെ എന്തോ ഒക്കെ ആക്കി പെട്ടെന്ന് അവൻ എന്തൊക്കെയോ ഇതാക്കുന്നത്. അവനൊരു എന്താ പറയുക, ഒരു ഓർമ്മയില്ലാത്ത രീതിയിൽ അവനിങ്ങനെ കാണിച്ചു. പെട്ടെന്ന് പേടിച്ചു പോയി കേട്ടോ. വീണ്ടും കിടന്ന് ഉറങ്ങി, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നനച്ചും തുടയ്ക്കുന്നുണ്ട്, ഇഞ്ചക്ഷൻ പോകുന്നുണ്ട്. ഇടയ്ക്കൊന്ന് പേടിപ്പിച്ചാണ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു ഇന്നത്തെ കാര്യങ്ങളിലൊക്കെ ഉള്ളൂ. നാളത്തെ കാര്യങ്ങൾ അതെ അതെ. അപ്പോൾ എന്തായാലും നാളെ വീണ്ടും കാണാം. കുറഞ്ഞതിന് ശേഷം വീഡിയോ ആയിട്ട് വീണ്ടും കാണാൻ സാധിക്കും. അതെ, നാളെ ആകുമ്പോഴത്തേക്കും കുറേ വിശ്വസിക്കുന്നു. ഒന്നും കഴിച്ചിട്ടുമില്ല പാവം. കുളിക്കും കുളിച്ചാൽ ശരി. നാളെ കാണാം കേട്ടോ.